പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗ ദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. പ്രിയ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ലുക്മാൻ ഹക്കീം ഇരാറ്റുപേട്ട. ഞാൻ ഇന്നത് പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ജീവിത വിജയത്തിന് ഒരു ഉപദേശം എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ മനുഷ്യനെ സൃഷ്ടിച്ചു വിട്ടിട്ടുള്ളത് അവനെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. നമുക്കെല്ലാം പരിചിതമായ സൂറത്തുൽ മുൽക്ക് അല്ലാഹു തആല പറയുന്നുണ്ട്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. അതായത് നിങ്ങളിൽ ആരാണോ കൂടുതൽ നന്നായി പ്രവർത്തിക്കുന്നവൻ എന്നറിയാൻ വേണ്ടി മരണവും ജീവിതവും സൃഷ്ടിച്ചാണ് അല്ലാഹു തആല. നമ്മൾ പ്രത്യക്ഷത്തിൽ ഐഹിക ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ, അല്ലാതെ ആസ്വാദനങ്ങൾ, അല്ല അതിൻ്റെ ഒരു ആഘോഷങ്ങളൊക്കെ നമുക്ക് പ്രത്യക്ഷത്തിൽ നമുക്ക് സന്തോഷവും ആനന്ദം തരുമെങ്കിലും, പക്ഷേ ഈ ഒരു അനുഗ്രഹങ്ങളും ഈ ഒരു വലിയ വലിയ സന്തോഷങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടെ നൈഷികവുമാണ്. അത് വളരെ കുറച്ച് സമയത്തേക്കുള്ളത് നശിച്ചു പോകുന്നതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അല്ലാഹു തആല പറഞ്ഞു നമുക്ക് തന്ന അനുഗ്രഹങ്ങളെപ്പറ്റി നമ്മൾ ചിന്തിക്കുക. ഒരുപാട് അനുഗ്രഹം അല്ലാഹു തആല നമുക്ക് നമ്മൾ വലിയ അനുഗ്രഹം അല്ലാഹു തആല ഇതെല്ലാം ഈ അനുഗ്രഹങ്ങൾ താൽക്കാലികമാണ്. അതൊക്കെ ശാശ്വതമായത് ആഖിറമാണെന്നുള്ള ആ ഒരു ചിന്ത നമ്മൾ എപ്പോഴും മനസ്സിലുണ്ടാക്കി വയ്ക്കുക. അതായത് അല്ലാഹു തആല പറയുന്നുണ്ട്, വൽ തുഖിസൂനൽ ഹയാത്തുദ് ദുനിയ, നിങ്ങൾ ദുനിയാവിലെ ജീവിതത്തിന് മുൻഗണന നൽകുന്നത്, വൽ ആഖിറത ഖൈറുൻ വഅബ്ക, എന്നാൽ എന്നെന്നും ബാക്കിയാവുന്നതും ശ്രേഷ്ഠമായതുമായ ആഖിറത്തെ ജീവിതമാണെന്ന് സൂറത്തുൽ മുൽക്ക് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ഒരു സത്യവിശ്വാസികൾക്ക്, അള്ളാഹുവിൻ്റെ വിധികൾക്കനുസരിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികൾക്ക് ദുനിയാവ് ഒരു തടവറയാണ്, ജയിൽ പോലെ അല്ലേ. ജയിലിൽ എന്തെല്ലാം ഒരു അത് ചെയ്യാമൽ ഇത് ചെയ്യാമൽ അങ്ങോട്ട് പോയാൽ ജയിൽ പോലെ സത്യവിശ്വാസിക്ക്. പക്ഷേ അത് അവിശ്വാസിക്ക് അല്ലെങ്കിൽ സത്യനിഷേധിക്ക് അവർക്ക് സ്വർഗമാണ്. അവർക്ക് വിധികളിലൊക്കൊന്നും. നമുക്ക് എപ്പോഴും സത്യവിശ്വാസിക്ക് എപ്പോഴും നമ്മൾ തടവറയാണ് ഈ ദുനിയാവ്. അള്ളാഹുവിൻ്റെ അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി, അള്ളാഹു പറഞ്ഞ വിധികൾക്കനുസരിച്ച് ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞ് നമ്മൾ ജീവിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഹദീസ് പറഞ്ഞുകൊണ്ട്, നിങ്ങൾ താഴേക്ക് നോക്കുക, മുകളിലേക്ക് നോക്കാതിരിക്കുക. താഴേക്ക് നോക്കി ജീവിക്കുക, മുകളിലേക്ക് ഒരിക്കലും ചെയ്യും. നമുക്ക് അനുഗ്രഹങ്ങൾ അല്ലാഹു തആല എന്തെല്ലോ അനുഗ്രഹം എന്നൊരിക്കലുണ്ട്. നമുക്ക് ആഹാരം തന്നിട്ടുണ്ട്, 3 നേരം ആഹാരം, വീട്, കട, എല്ലാ സൗകര്യം നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ഒരു നേരം ആഹാരം ഇല്ലാത്തത്, ഒരു നേരം കിടക്കാൻ വീടില്ലാത്തത് ഒരുപാട് ജനങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ താഴേക്ക് നോക്കുക. അതുകൊണ്ട് നമുക്ക് എന്തെല്ലോ അസുഖങ്ങൾ, എത്രയോ ആൾക്കാർ ലോകത്തുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ചിന്തയ്ക്ക് നമുക്ക് മുകളിലേക്ക് നോക്കുക. ഒരിക്കലും മറ്റുള്ളവർക്ക് അനുഗ്രഹങ്ങളെ നമ്മൾ നോക്കാതിരിക്കുക. അവർക്ക് അനുഗ്രഹങ്ങൾ നമ്മൾ നോക്കാതെ നമുക്ക് അനുഗ്രഹങ്ങൾ നമ്മൾ തൃപ്തിപ്പെട്ട് അള്ളാഹുവിന് ശുക്ർ ജീവിക്കാൻ ശ്രമിക്കുക. നമുക്ക് അള്ളാഹുവിലേക്ക് മടങ്ങുക. അല്ലാഹു തആല പറഞ്ഞ കാര്യങ്ങൾ, അല്ലാഹു തആല എന്തൊക്കെ നമുക്ക് വിധികളൊക്കെ തന്നിട്ടുണ്ടോ അതിനനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കാൻ വേണം. നമുക്കെപ്പോഴും ഏത് സമയം നമ്മൾ മരണത്തിലേക്ക് ഒരുങ്ങുക. അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഇബാദത്ത് ചെയ്ത് അള്ളാഹു അനുഗ്രഹങ്ങൾക്ക് തൃപ്തിപ്പെട്ട് നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുക. അല്ലാഹു തആല നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊള്ളാനും അതനുസരിച്ച് കേട്ട് പ്രവർത്തിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് മാത്രം പറഞ്ഞു ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.